ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ റവ കൊണ്ട് ഒരു അടിപൊളി ഡിഷാണ് തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തിയും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഡിഷാണ്. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നെയ്യ് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറിയ റവ വേണം എടുക്കാൻ കേട്ടോ. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ഇത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. റവ വറക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പോൾ നല്ലതായിട്ടൊരു മൂത്ത് നല്ലൊരു മണവും വരാൻ തുടങ്ങി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ റവ ഉണ്ടല്ലോ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. റവ ഈ പാനിൽ തന്നെ വെച്ചേക്കരുത്, വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ അതങ്ങ് ഒത്തിരി മൂത്ത് പോകും. അപ്പം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതൊന്ന് നനച്ചെടുക്കാവൂ. അപ്പോൾ ഈ റവ ഇവിടെ നിന്ന് തണുക്കട്ടെ. അതിന് ശേഷം നമുക്കിതൊന്ന് നനച്ചെടുക്കാം. ഇപ്പോൾ റവ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കാം. ഈ ഉപ്പുപൊടി ചേർത്തിട്ട് നല്ലതായിട്ട് കൈ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ റവയൊന്ന് നനച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പാലാണ് യൂസ് ചെയ്യുന്നത്. പാലിന് പകരം നമുക്ക് വെള്ളം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പാൽ ഉപയോഗിച്ച് നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇളം ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒത്തിരി ചൂടുള്ള പാലെടുക്കരുത്. ചൂട് കൂടിപ്പോയാൽ റവ അങ്ങ് കട്ട കെട്ടിപ്പോകും. അതുകൊണ്ട് ഇളം ചൂടുള്ള പാലെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ റവ ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനാണ് നമ്മൾ ചെറിയ ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കുന്നത്. കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നനച്ചെടുക്കണം. നമ്മൾ ഈ പുട്ടിനൊക്കെ പൊടി നനയ്ക്കത്തില്ലേ, അതേ രീതിയിൽ തന്നെ ഇതൊന്ന് നനച്ചെടുക്കണം. റവ നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇതേ രീതി വേണം നനച്ചെടുക്കാൻ കേട്ടോ. ഒത്തിരി പാലൊഴിച്ച് കൊടുത്താലങ്ങ് കട്ട കെട്ടിപ്പോകും. ഞാനിവിടെ 1/2 കപ്പ് പാലായിരുന്നു എടുത്തിരുന്നത്. അതിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം പാല് അധികം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ റവ ഉണ്ടല്ലോ ഒരു മിക്സഡ് ജാറിലോട്ടിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ആ കട്ടയായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് പൊടി അതുപോലെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ട് ഒരു മിക്സഡ് ജാറിലോട്ടിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു മിക്സഡ് ജാർ എടുത്തു. ഇതിലോട്ട് നമുക്ക് റവയുടെ പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഒത്തിരി നേരം ഇട്ടങ്ങ് അടിച്ചു കൊടുത്താൽ ഇതങ്ങ് കട്ട കെട്ടിപ്പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാവൂ. റവ ഇതുപോലെ നല്ലതായിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയൊന്നും കെട്ടിയിട്ടില്ല. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. റവയെല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവെന്ന് പറയുന്നത് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 3 ഏലക്ക അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർക്കുകയാണ്. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് റവ ഉതിരാണ്. ഇതിന് മുമ്പ് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു ഉതിരുണ്ടാക്കിയിരുന്നു. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഏലക്കാപ്പൊടിയും തേങ്ങയും ഇട്ട് കൊടുത്ത് നമ്മളിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ചിട്ട് ഇതുപോലൊരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തു. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലൊരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കിഴുത്തുള്ള തട്ടില്ലെങ്കിൽ ഇഡ്ഡലി തട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ടൊരു വാഴയില വെച്ച് കൊടുക്കാം. വാഴയിലൊന്ന് വാട്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെക്കാൻ നല്ല സൗകര്യം ഉണ്ടാവും.
വാഴയിലയ്ക്ക് പകരം നമുക്കൊരു തുണി വെച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. വാഴയിലയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം ഒന്ന് തുറന്നു നോക്കാം. അത് നോക്കിക്കേ, റവ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ച് കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ കട്ടിയായിട്ടിരിക്കുകയാണെന്ന് തോന്നും. ഇതുണ്ടല്ലോ, ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, നല്ലതായിട്ട് അങ്ങ് പൊടിഞ്ഞോളും. ഇപ്പോൾ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഈ ചൂടായിട്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അങ്ങനെ പഞ്ചസാര ചൂടായിട്ടിരിക്കുമ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് അലിഞ്ഞ് അതിലോട്ട് ചേർന്നോളും. കൂടാതെ നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനത്തെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകും. എപ്പോഴും ഒരേ രീതിയിലുള്ള പലഹാരം കഴിക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. ഇനി ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പുണ്ടല്ലോ, നെയ്ക്കകത്ത് വറുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റവ ഉതിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ ശരി, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.